ഹായ് നമസ്കാരം. മിറാഷ് ടൈംസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രശാന്ത് വിജയൻ. അപ്പോൾ ഞങ്ങൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു പുതിയ വിഭവം എന്ന് പറയുന്നത് സീ ഫുഡ് റെസ്റ്റോറന്റ് ആണ്. അല്ല, അങ്ങനെ മറ്റേ കടൽ വിഭവങ്ങൾ ചേർക്കുന്ന സീ ഫുഡ് ബക്കറ്റ് ആണ്. ഇതാണ് പറയുന്നത്. എന്തെങ്കിലും കാര്യം എടുത്ത് പറയുന്നതിന് മുമ്പ് ഈ സീനിയർ ആർട്ടിസ്റ്റ് അടുത്ത് അഭിപ്രായം മിമിക്രി ആർട്ടിസ്റ്റിൽ സീനിയർ ആർട്ടിസ്റ്റ്, ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ളത് എനിക്ക് ആൾക്കാർ നിൽക്കുമ്പോൾ സീറ്റുള്ള പരിപാടി എന്നെ അടച്ചാക്ഷേപിക്കുന്ന പരിപാടി അങ്ങനെ ഉണ്ട്. ഈ കോട്ടൺ എസ് പോയി ഇടാപെടാന്ന് വിളിക്കൂ. അതില്ല, എന്തുണ്ട്, അത് സീനിയർ ആണ്. അപ്പോൾ സീ ഫുഡ് ബക്കറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റ് ആയ കിരൺ സെരികയാണ്. എനിക്കറിഞ്ഞൂടാ. പിന്നെ സീനിയർ അല്ലേ? അല്ല, ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ സീനിയർ ജൂനിയർ ഒന്നും ഇല്ല. അളിയ ഉണ്ടാക്കിയത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. കാരണം നിനക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയാം. കൊള്ളാം എടാ, സദ്യ ഉണ്ടാക്കുന്നതിൽ പാരമ്പര്യമുള്ള കുടുംബക്കാരാണ് ഞങ്ങൾ. ആ കുടുംബത്തിലുള്ളതാണ് ഞാൻ. നിനക്കറിയാമോ, ആറന്മുള വള്ള സദ്യ ഉണ്ടാക്കിയ എന്റെ അപ്പനാണ്. അവസാനം അയാളെ ബോട്ടിക്കറിയിലെ ഇവിടുന്ന് രക്ഷപ്പെട്ടത്. നമുക്ക് എന്തായാലും വിഭവങ്ങളിലോട്ട് പോവാം. അപ്പൊ എന്തായാലും നമുക്ക് സീ ഫുഡ് ബക്കറ്റിന്റെ ആ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് നമുക്ക് അതിലേക്ക് പോവാം. കമോൺ, ഇങ്ങോട്ട്. അവരിവിടെ ഇവിടെ ഉണ്ട്. ഞാനേ ആ 2 ഗസ്റ്റിനെ ഇവിടെ വേളിയിൽ വരാൻ പറഞ്ഞിട്ട് അവരോട് ഉണ്ട്. ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ് ഞാൻ വിളിക്കാമേ. എടാ, അപ്പോഴേ പണ്ട് ഇതേപോലെ ഞാൻ ഒരു സീ ഫുഡ് ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാരും കഴിച്ചിട്ട് ഭയങ്കര അഭിപ്രായമായിരുന്നു. നീ ഇനി അതിൽ പിടിച്ച് തൂങ്ങല്ലേ, നമുക്കിത് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് മിറാഷ് ടൈംസിന്റെ സീ ഫുഡ് ബക്കറ്റ് ഉണ്ടാക്കുന്ന പുതിയ എപ്പിസോഡ് മിറാഷ് ടൈംസിന്റെ സീ ഫുഡ് ബക്കറ്റ് ഉണ്ടാക്കുന്ന പുതിയ എപ്പിസോഡ് തന്നെ. അപ്പോഴേ നിങ്ങൾക്ക് 2 മിറാഷിനെ അറിയാം. മിറാഷ് ടൈംസില്ല ആരാണോ വിളിച്ചിട്ട് വേളിയിൽ വന്നാതെന്ന് പറഞ്ഞു. നിങ്ങളെ ഫോൺ വിളിച്ച് വിളിച്ച മിറാഷാണ് ഞാൻ. നമസ്കാരം. അപ്പോഴും നമ്മൾ ഇങ്ങനെ ചെയ്യാൻ നീ ഇപ്പം ഗസ്റ്റ്, ഇത് 2 എൻ്റെ ഗസ്റ്റുകളാണ് ഇവിടെ വന്ന് വരാൻ വേണ്ടി വിളിച്ച് നിർത്തി. പക്ഷെ ഇത് ആര് ചെയ്യും? നിങ്ങൾ ചെയ്യണം. നമ്മൾ ചെയ്യും. അപ്പൊ ആര് ചെയ്യും? അതായത് ഇതിനകത്തുള്ള വിഭവങ്ങളെല്ലാം നമുക്ക് പറയാം. അപ്പൊ അതിനാദ്യം വേണ്ട ചേരുവകൾ നമുക്ക് ഈ കടൽ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ട്. എന്താണ് ചെയ്യണത് നിങ്ങൾ? സീ ഫുഡ് ബക്കറ്റ്. ബക്കറ്റൊക്കെ പിന്നെ സമയത്തിന് കൊഞ്ച്, ഞണ്ട്, കടവ, അയലയുണ്ട്, ചൂരയുണ്ട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ എല്ലാം കൂടെ ചേർത്താണ്. കപ്പയുണ്ട്. എല്ലാം കൂടെ ഒരുമിച്ച് പറയുമ്പോഴേ നാക്കിൽ വെള്ളം ഓർമ്മണ്ടാ. ഇതൊന്നും അല്ല പ്രശ്നം. അതിനകത്ത് സ്പെഷ്യൽ ആയിട്ട് ഒരു ചേരുവ കൂടി വേണം. ആ ചേരുവ വിളിക്കേണ്ടി വരും. മസാലയൊന്നുമില്ല. ആ ചേരുവയുടെ പേര് ചിന്നു. ചിന്നു. അങ്ങനെ മസാല ഉണ്ടോ? അങ്ങനെ മസാല ഇല്ല, എന്റെ ഭാര്യ. ഇവിടെ കൊണ്ടിരിക്കുന്നത് ആ വരുന്നതാണ് എന്റെ ഭാര്യ ചിന്നു. നിങ്ങൾക്ക് അല്ല പപ്പടം കാച്ചുന്നതോ ചായ ഇടുന്നോ വല്ലതും മതിയാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ഈ സാധനം തന്നെ വേണം. നമുക്ക് പ്രേക്ഷകർ കാണാനുള്ള സാധനം ഇത് ഉണ്ടാക്കിയേ പറ്റും. പ്രശാന്ത് കിട്ടും. ഈ വരുന്നതാണ് എന്റെ ഭാര്യ ചിന്നു. രമ്യ പ്രശാന്ത് എന്നാണ് പേര്. വെൽക്കം. ആർട്ടിസ്റ്റ് ആണ്. സീരിയലിന്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. സീരിയൽ സെറ്റ് ബൾബല്ല, പിന്നെ അമൃത ടിവിയിലും പഴൽ മനോരമയിലൊക്കെ സീരിയൽ കോമഡി പ്രോഗ്രാമൊക്കെ നമ്മളുടെ ഒരുമിച്ച് പ്രോഗ്രാമിന് സ്റ്റേജ് പ്രോഗ്രാം കൊണ്ട് പ്രൊഫഷണൽ ഡാൻസർ ആണ്. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ഐറ്റം എന്ന് പറയുന്നത് സീ ഫുഡ് ബക്കറ്റ്. വീട്ടിലുണ്ടാക്കിയിട്ട് ഈ സീ ഫുഡ് ബക്കറ്റ് കഴിച്ചിട്ടുണ്ടോ? സീ ഫുഡ് ബക്കറ്റ് ഒരു പ്രാവശ്യം പോലും ഞാൻ കഴിച്ചിട്ടില്ല. നിങ്ങളോ? ഞാൻ ഇന്ന് രാവിലെ പുട്ടും പഴവും പഞ്ചാര ഉണ്ടായിരുന്നു. കുഴപ്പമില്ല മിറാഷ്, ഒന്നും പേടിക്കണ്ട. എന്തായാലും ഒരു വിജയത്തിലേക്ക് എത്തും, എവിടെയെങ്കിലും കൊണ്ട് എത്തിക്കും. ഇതൊക്കെ ആരെ കണ്ടോണ്ടാണ്? ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് രാവിലെ വൈകിയെങ്കിലും കുടിക്കാം. അപ്പൊ മേഡം, ചട്ടിയൊക്കെ ചൂടായി. വെള്ളം ഒഴിക്കും. നമ്മൾ സീ
സീ ഫുഡ് ബക്കറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ആദ്യം ഈ വിഭവങ്ങളെല്ലാം വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്കിവിടെ കൊഞ്ചുണ്ട്, കണവയുണ്ട്, അതുപോലെ അയലയുണ്ട്, മീനുണ്ട്, എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്, ഞണ്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിനകത്ത് കക്ക മാത്രം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. അത് ഇഷ്ടമുള്ളവർക്ക് അതും ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് വേവിക്കുന്നത്? ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കണം. അത് മാത്രമല്ല, നമ്മൾ ഈ വേവിച്ച് അതിനുശേഷം നമുക്ക് ഈ വെള്ളം നമുക്ക് അത് പ്രത്യേക ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതനുസരിച്ചുള്ള വെള്ളം മാത്രമേ നമ്മൾ ഈ ചട്ടിയിൽ ഒഴിക്കാൻ പാടുള്ളൂ. അത് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. നമുക്കിവിടെ വാങ്ങിച്ചു വച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും ഓരോ വേവാണ്. അതായത് നമുക്കിപ്പോൾ ഒരു കണവ ഒരു 3-4 മിനിറ്റ് നമുക്ക് വേവിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ഞണ്ട് ഒരു 7 മിനിറ്റോളം നമുക്ക് വേണ്ടി വരും. അതേപോലെ തന്നെ ആയിരിക്കും കൊഞ്ച്. ഇപ്പോൾ കക്കയാണെങ്കിൽ അത് നമുക്ക് വൃത്തിയാക്കാനൊക്കെ ഉള്ള ഒരു ടൈമുണ്ട്. അപ്പോൾ അത് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അതിന് ഏകദേശം ഒരു 10 മിനിറ്റ് വരെ നമുക്ക് വേണ്ടി വരും. നമുക്ക് ഇതെല്ലാം കൂടി ഇപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്ന എല്ലാം കൂടെ ഒരു ഏകദേശം ഒരു 2 കിലോ അടുപ്പിച്ചുണ്ട്. അതിന് നമുക്ക് ഏകദേശം ഈ ഒരു ചട്ടിയിൽ നമ്മളൊരു അരഭാഗം വെള്ളമാണ് ഞങ്ങളിപ്പോൾ എടുത്തിട്ടുള്ളത്. ആ അരഭാഗം വെള്ളത്തിലാണ് നമ്മളിതെല്ലാം വേവിക്കുന്നത്. ഇതിൽ കൂടെ തന്നെ നമ്മൾ കൂടെ വേവിക്കേണ്ടത് കോണാണ്, നമ്മുടെ ചോളം എന്ന് പറയും. ആ ചോളം നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ വച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അധികം വേവില്ല. അതും ഒരു 6 മിനിറ്റോളം വെന്താൽ മതിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. പക്ഷെ ഇത് ഉടയാതെ സൂക്ഷിച്ച് വേണം എടുക്കാൻ. അയലയും ചൂരയൊക്കെ ആയതുകൊണ്ട് പിന്നെ വിളമ്പി തിന്നാ മതിയോ? ഇല്ലില്ല, നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വേവിച്ചെടുത്തതേ ഉള്ളൂ. ഇനി ഇതിന് മസാല ഉണ്ടാക്കണം, കപ്പ വേവിക്കണം, ഇനി കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. ഇത്രയും സാധനം ഒന്നും ഒരുത്തം ചെയ്യില്ല. എന്ന് വെച്ചാൽ എത്ര ആയിട്ടാ മീനുകൾ അല്ലേ? എന്റെ സംശയം അതല്ല. 25-ാം തീയതി നിങ്ങൾ എപ്പിസോഡ് വിടാണ്, ക്രിസ്മസിന്റെ അന്ന് വൈകുന്നേരം എനിക്കിത് കഴിക്കാൻ പറ്റും. അപ്പോഴേ നമുക്കിനി അടുത്ത് എന്ത് ചെയ്യാം? നമുക്കൊരു കാര്യം ചെയ്യാം, കപ്പ വേവിക്കാം, എന്നിട്ട് നമുക്ക് മസാല വേണ്ട വേണ്ട. ഇത് നമുക്ക് അവസാനം നമുക്ക് വേണ്ടതാണ്. ഈ നമുക്ക് സീ ഫുഡിന്റെ മിക്സിൽ നമുക്ക് വരേണ്ട വെള്ളമാണിത്. കപ്പ എന്തായാലും ഞാൻ ഉണ്ടാക്കാം. കപ്പ ഉണ്ടാക്കി എനിക്ക് പണ്ട് നല്ല പരിചയമുണ്ടല്ലോ. അവർ രണ്ടുപേരും ഞാനില്ലേ പിന്നെ കപ്പ ഉണ്ടാക്കി. അപ്പൊ നിങ്ങളൊന്നും ഉണ്ടാക്കില്ല? ഞാൻ ഒന്നിലുമില്ല. അത് വേവൂല, ഇപ്പൊ അങ്ങോട്ട് ഇട്ടല്ലേ ഉള്ളൂ, സമയം എടുക്കും. നമുക്കിനി ഇതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കതിന് ഇതാ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. മേഡം, അപ്പോഴേ നമ്മൾ കപ്പ എല്ലാം അവിച്ച് മാറ്റിയല്ലോ. ഇനിയിപ്പോൾ അടുത്ത് എന്തിനാണ് പരിപാടി? ഇപ്പം നമ്മൾ ഇനി ചവടൊക്കെ കഴിഞ്ഞിട്ട് അവരെ ആക്കിയുള്ള എല്ലാവർക്കും കൊടുക്കാം. അവിടെ വെച്ചെന്ന് പറഞ്ഞിരിക്കില്ലേ? കണ്ടോണ്ടിരിക്കുകയാണ് ഇത്ര നമ്മൾ കോരി വെച്ചത്. പ്രേക്ഷകർക്ക് നമ്മളെ വിഷമം മനസ്സിലല്ലോ. മണി 2:30 നടക്കൂടെ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കണ്ടേ? ഇപ്പൊ ഇനി നമുക്കിതാ ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സീ ഫുഡിന് ഒരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ബട്ടർ മാത്രമാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തിടാം. ബട്ടർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വെളിച്ചെണ്ണയിലോ മറ്റേത് എണ്ണ, സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ കരിവേപ്പില. നമുക്ക് ആദ്യം നമുക്ക് ഇടേണ്ടത് സവാളയാണ്. എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിരുന്നതുകൊണ്ടാണ് ഇപ്പം അതിനകത്ത് തക്കാളി എല്ലാം കൂടെ മിക്സായി. കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സവാള നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വഴണ്ടി കിട്ടും. അപ്പോൾ കുറച്ച് ഉപ്പിട്ടാൽ മതിയേ. ഇനി അടുത്തത് തക്കാളി ഇട്ട് കൊടുക്കാം. വരിയിടൂ. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇടാം. അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മതി. ഇത് സംഭവം എന്ന് പറഞ്ഞാലേ നമ്മൾ ഇത്രയും ഈ സ്ട്രെയിൻ ചെയ്തിങ്ങനെ വരട്ടി എടുക്കുന്നത്, ഇത് ഇതിൻ്റെ ഒരു ഗ്രേവി നല്ല തിക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സിയിലിട്ട് ഇത് മൊത്തത്തിലൊന്ന് അടിക്കണം. ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വരട്ടേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ബാക്കി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി വേണ്ടത് ആദ്യം മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി. ഇനി വേണ്ടത് സാധാരണ മുളക് പൊടിയാണ്. ഇനി വേണ്ടത് മല്ലിപ്പൊടിയാണ്. ഇത് പെരിഞ്ജീരകത്തിന്റെ പൊടിയാണ്. ആവശ്യത്തിനുള്ള കറി മസാല, കുരുമുളക് പൊടി. മതി. ഇനിയാണ് നമ്മൾ കുറച്ച് നേരത്തെ ചോദിച്ചില്ലേ, നമ്മൾ ഈ സാധനങ്ങളെല്ലാം വേവിച്ച വെള്ളം എന്ത് ചെയ്യുമെന്ന്. ഇനി ഇതിൽ ആ വെള്ളം ഒഴിക്കണം. നമ്മൾ നേരത്തെ ഈ സീ ഫുഡെല്ലാം വേവിച്ച് വെച്ച വെള്ളമാണ്. അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
വെച്ചോ. സംഭവം എന്താണെന്നറിയാവോ, നമ്മൾ നേരത്തെ നന്നായിട്ട് മറ്റ് സംഭവങ്ങളെല്ലാം വരട്ടിയെടുത്തെങ്കിൽ അതിന് ശേഷമാണ് നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്തത്. അപ്പോൾ ഈ പൊടികളെല്ലാം നമുക്ക് ഇതിനകത്ത് സെറ്റായി വരണമെങ്കിൽ ഇത് നന്നായിട്ട് തിളയ്ക്കണം. ഇത് തിളച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിനകത്ത് എടുത്ത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട അവസാന കണ്ടന്റാണ് തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ എന്തായാലും ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. കട്ടിപ്പാലാണ് കേട്ടോ. ഏറ്റവും അവസാനം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാ ഗ്രേവി നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സീ ഫുഡ് എല്ലാം നമുക്ക് ഇതിനകത്തോട്ട് എടുത്തിട്ട് കൊടുക്കാം. എല്ലാം നമ്മൾ ഒരുമിച്ചാണ് വേവിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇടാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാത്രം നമ്മൾ ഉണ്ടാക്കി വന്നപ്പോഴേക്കും നല്ല ചെറുതായി പോയി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാണ്, ഞങ്ങൾ നേരത്തെ എടുത്ത ഈ ചട്ടിയിൽ തന്നെ, മൺചട്ടിയിൽ തന്നെ ഞങ്ങൾ ഇതൊന്ന് മിക്സ് ചെയ്യുകയാണ്. നമ്മൾ മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ. ഹൈ ഹൈ ഹൈ. കപ്പ ഇതിനോടൊപ്പം ചേർക്കുന്നവരുണ്ട്, അല്ലാണ്ട് സെപ്പറേറ്റ് എടുക്കുന്നതുകൊണ്ട്. അപ്പം ഞങ്ങൾ ഈ കപ്പയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുകയാണ്. അത്രയും ക്വാണ്ടിറ്റി കറി ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ചൂടാക്കാൻ വയ്ക്കുകയാണേ. നിങ്ങളോട് വരുന്നു കേട്ടോ. ഇതെല്ലാം മസ്റ്റ് ട്രൈ ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നില്ല, സൂപ്പർ സാധനം. പക്ഷെ ഇത്ര സംഭവം ഉണ്ടാക്കിയാൽ നമുക്കൊരു 10 വരെ കഴിക്കാം കേട്ടോ. സുലഭമായി സുഖമായിട്ട് കഴിക്കാം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇതിന് നമുക്കിങ്ങനെ പ്രത്യേകിച്ച് ഒരു കോമ്പിനേഷൻ ഒന്നും ഇല്ല. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പിന്നെ നല്ല എന്താ ബെറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ്. ഞാൻ ഇതിനകത്ത് കപ്പയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്ക് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കഴിക്കാം. ഗോതമ്പൂട്ടിനൂടെയും കഴിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ബക്കറ്റിൽ സെറ്റ് ചെയ്യാൻ വേറൊന്നുമില്ല. നമ്മൾ ഈ സാധനത്തിനടുത്ത് അതിലോട്ട് ആക്കുന്നു, അത്രയേ ഉള്ളൂ. നമുക്കൊന്ന് പോയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഓക്കെ വാരി തിന്നല്ലേ. ഓ A few moments later. അപ്പോഴേ സംഭവം പൊളിയാണ്, തട്ടാൻ പോവുകയാണ്. ഒരു മിനിറ്റ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് മിറാഷ് ടൈപ്സിന്റെ സീ ഫുഡ് ബക്കറ്റ് എന്ന പുതിയ വിഭവം ഉണ്ടാക്കിയ എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിഭവം ഇഷ്ടപ്പെടും. ഉറപ്പായിട്ട് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതിനുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ രുചി ഞങ്ങൾ ഇനി ഇന്ന് ആസ്വദിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും സീ ഫുഡ് ബക്കറ്റിന്റെ മിറാഷ് ടൈംസിന്റെ പേരിലുള്ള എല്ലാവിധ നന്മ നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. ഓക്കെ, ഈ റെസിപ്പി കണ്ടല്ലോ. ഇനി അടുത്തൊരു റെസിപ്പിയും അടുത്തൊരു സുഹൃത്തുക്കളുമായിട്ട് ഞാൻ പറഞ്ഞതായിരിക്കും. ഓക്കെ, അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ഗുഡ് ബൈ.